നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. കേരളത്തിലെ വ്യാപാരി സമൂഹത്തിന് എന്നും പ്രിയങ്കരനായിരുന്ന മാരിയിൽ കൃഷ്ണൻ നായർ വിട പറഞ്ഞിട്ട് 7 വർഷം. വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ ഒരു നാടിന്റെ യാത്രാക്ലേശത്തിന് പരിഹാരമാകുന്നു. വണ്ടിപ്പെരിയാർ മ്ലാമല ഇണ്ടൻചോല കൊടുവാക്കരണം റോഡിന്റെ നിർമ്മാണ ഉദ്ഘാടനം അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP നിർവഹിച്ചു. സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ സ്ഥാപക ദിനാഘോഷത്തോടനുബന്ധിച്ച് പുതിയ ഓഫീസ് SIB ടവർ ചെയർമാൻ VJ കുര്യൻ ഉദ്ഘാടനം ചെയ്തു. ക്വാറിയിൽ നിന്നും പാറ പൊട്ടിക്കുന്നതിനിടയിൽ പാറക്കഷ്ണം തെറിച്ചു വീണ് വീടിന് മുകളിൽ പതിച്ച് നാശനഷ്ടം. ഒഴിവായത് വൻ അപകടം. മുള്ളരിങ്ങാട് ജനവാസ മേഖലയിൽ കാട്ടാന ശല്യം രൂക്ഷമായതിനെ തുടർന്ന് രാത്രികാലങ്ങളിൽ ഉറങ്ങാതെ കാവലിരിക്കുന്നവർക്ക് വെളിച്ചം കിട്ടാനായി നാട്ടുകാർ വാങ്ങിയ വൈദ്യുതി കേബിൾ സാമൂഹ്യ വിരുദ്ധർ തീയിട്ട് നശിപ്പിച്ചു. വാർത്തകൾ വിശദമായി. കേരളത്തിലെ വ്യാപാരി സമൂഹത്തിന് എന്നും പ്രിയങ്കരനായിരുന്ന മാരിയിൽ കൃഷ്ണൻ നായർ വിട പറഞ്ഞിട്ട് 7 വർഷം. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി തൊടുപുഴ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാരിയിൽ കൃഷ്ണൻ നായർ അനുസ്മരണ യോഗം സംഘടിപ്പിച്ചു. തൊടുപുഴ വ്യാപാരി ഭവനിൽ വെച്ച് നടന്ന അനുസ്മരണ യോഗം കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇടുക്കി ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പിളിൽ ഉദ്ഘാടനം ചെയ്തു. തൊടുപുഴ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അനുസ്മരണ യോഗം നടത്തപ്പെട്ടു. നിയോജക മണ്ഡലം പ്രസിഡന്റ് NP ചാക്കോയുടെ അധ്യക്ഷതയിൽ കൂടിയ അനുസ്മരണ സമ്മേളനം ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പിളിൽ ഉദ്ഘാടനം ചെയ്തു. മാരിയലിൻ്റെ പ്രവർത്തനം ഒരു കാലത്തും മറക്കാൻ കഴിയില്ല എന്നും ജില്ലയിൽ സ്വന്തമായി ജില്ലാ വ്യാപാര ഭവൻ നിർമ്മിച്ചത് അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ഫലമാണെന്നും ജില്ലാ പ്രസിഡന്റ് അനുസ്മരിച്ചു. 1991 നടന്ന തെരഞ്ഞെടുപ്പിലാണ് ശ്രീ മാരിയിൽ കൃഷ്ണൻ നായർ എടക്കര കൊച്ചാട്ടിൽ നിന്നും ജില്ലാ പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുക്കുന്നത്. 27 വർഷക്കാലം 1998 തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് തൊട്ട് മുമ്പാണ് അദ്ദേഹം മരണമടയുന്നത്. താൽക്കാലിക പ്രസിഡന്റായിട്ട് ദിവാകരൻ ചേട്ടൻ വരുന്നു. പിന്നീട് ദിവാകരൻ ചേട്ടൻ പ്രസിഡന്റായി തന്നെ തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. മാരിയിൽ ഞാൻ കണ്ടിരുന്ന ഏറ്റവും വലിയ ഒരു സ്വഭാവ വൈശിഷ്ട്യം അദ്ദേഹം ആരെയും കുറ്റം പറഞ്ഞു കേട്ടിട്ടില്ല. ഒരൊറ്റ മനുഷ്യനെ മാരിയിൽ കൃഷ്ണൻ നായർ വണ്ടിയോടൊപ്പം യാത്ര ചെയ്യുമ്പോൾ നമ്മളൊക്കെ തിരിച്ച് ഇളക്കി കുറ്റം പറയാൻ ശ്രമിച്ചാൽ പോലും ഒരു മനുഷ്യനെ കുറിച്ചും അദ്ദേഹത്തിന്റെ സൗഹൃദ വലയത്തിലുള്ള ആളായാലും അദ്ദേഹത്തിന്റെ സൗഹൃദ വലയത്തിൽ പെടാത്ത ആളുകളായാലും ഒരു ആളെ പോലും മാരിയില് പൊതുസമൂഹത്തിൽ അല്ലെങ്കിൽ ആളുകളുടെ ഇടയിൽ വെച്ച് കുറ്റം പറഞ്ഞതായിട്ട് കേട്ടിട്ടുണ്ട്. അതൊരു വലിയ ഒരു ക്വാളിറ്റി ആയിരുന്നു ശ്രീ മാരിയിൽ കൃഷ്ണൻ നായർ. അത് മാത്രമല്ല, വളരെ ലളിത ജീവിതം നയിച്ചിരുന്ന ഒരു വ്യക്തി. കോഴിക്കോടൊക്കെ അല്ലെങ്കിൽ തിരുവനന്തപുരത്തോ കോഴിക്കോടോ ഒരു സംസ്ഥാന സെക്രട്ടേറിയറ്റ് കൂടിയാൽ മാരിയിൽ കൃഷ്ണൻ നായർ പോയിക്കൊണ്ടിരുന്നത് കഴിയുമെങ്കിൽ ഒരു ട്രാൻസ്പോർട്ട് ബസ്സിനായിരുന്നു. നമുക്ക് വണ്ടി ഇല്ലാത്തതുകൊണ്ടല്ല, അന്ന് നമുക്ക് ഓരോരോ വണ്ടിയുണ്ട്. അതിനുശേഷം നമുക്ക് ഈ സുമോ പോലുള്ള വണ്ടി ടവേര വണ്ടിയൊക്കെ നമുക്കുണ്ട്. അത് ഉള്ളപ്പോഴും അദ്ദേഹം പൊതുവായി യാത്ര ചെയ്തിരുന്നത്, ദൂര യാത്ര ചെയ്തിരുന്നത്, ജില്ലയ്ക്ക് പുറത്ത് എവിടെ പോയാലും യാത്ര ചെയ്തിരുന്നത് സാധാരണഗതിയിൽ KSRTC ബസ്സിനായിരുന്നു. ഇതെല്ലാം അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകമായ സ്വഭാവ വൈശിഷ്ട്യം എന്ന് പറയാം. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ആരെയും വേദനിപ്പിക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരു മനുഷ്യനായിരുന്നു ശ്രീ മാരിയിൽ കൃഷ്ണൻ നായർ. നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി 20 നിർധനയുള്ള രോഗികൾക്കുള്ള ഭക്ഷ്യക്കിറ്റ് ജില്ലാ ജനറൽ സെക്രട്ടറി നജീബ് ഇല്ലത്ത് പറമ്പിൽ ഗവൺമെന്റ് ഹോസ്പിറ്റൽ പ്രതിനിധി പ്രസാദിന് നൽകി നിർവഹിച്ചു. വൈസ് പ്രസിഡന്റുമാരായ നാസർ സൈര, ഷെരീഫ് സർഗം, ജോസ് കളരിക്കൽ, KP ശിവദാസ്, സെക്രട്ടറിമാരായ ഷിയാസ് എംബീസ്, ലിജോൺസ് ഹിന്ദുസ്ഥാൻ, EM ബേബി, തങ്കച്ചൻ കോട്ടക്കകം, ജില്ലാ ട്രഷറർ R രമേശ്, ഡയസ് സിബി കൊച്ചുവെള്ളങ്ങാട്ട്, MN ബാബു, ജോസ് വഴുതനപ്പള്ളി, CK നവാസ് എന്നിവർ പങ്കെടുത്തു. മാരിയിൽ കൃഷ്ണൻ നായരെ അനുസ്മരിച്ച് യോഗത്തിൽ നിയോജക മണ്ഡലം ഓർഗനൈസർ സാലി S മുഹമ്മദ് സ്വാഗതവും ഉടുമ്പന്നർ യൂണിറ്റ് പ്രസിഡന്റ് അശ്വതി മധു നന്ദിയും പറഞ്ഞു.
ന്യൂസ് ബ്യൂറോ തൊടുപുഴ. വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ ഒരു നാടിന്റെ യാത്രാ ക്ലേശത്തിന് പരിഹാരമാകുന്നു. വണ്ടിപ്പെരിയാർ മ്ലാമല ഇണ്ടൻചോല കൊടുവാക്കരണം റോഡിന്റെ നിർമ്മാണ ഉദ്ഘാടനം അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് എം പി നിർവഹിച്ചു. കാലങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ നടക്കുന്ന റോഡ് നിർമ്മാണത്തിന്റെ ഉദ്ഘാടനം ആഘോഷമാക്കി നാട്ടുകാർ. അന്തരിച്ച മുൻ ഇടുക്കി MP PT തോമസിന്റെ കാലത്തായിരുന്നു മ്ലാമല ഇണ്ടൻചോല കൊടുവാക്കരണം റോഡിന്റെ നിർമ്മാണത്തിനാവശ്യമായ പ്രാഥമിക നടപടികൾ ആരംഭിക്കുന്നത്. പിന്നീട് പല കാരണങ്ങളാൽ റോഡ് നിർമ്മാണം തടസ്സപ്പെടുകയായിരുന്നു. എന്നാൽ പ്രതിസന്ധി ഘട്ടങ്ങളിലും തളരാത്ത പ്രദേശവാസികളുടെയും മാറി മാറി വന്ന ജനപ്രതിനിധികളുടെയും അശ്രാന്ത ശ്രമഫലമായാണ് റോഡ് എന്ന സ്വപ്നം സാക്ഷാത്കാരമാവുന്നത്. പ്രധാനമന്ത്രി സഡക് യോജന പദ്ധതിയിലെ കാലത്തിനനിവാര്യമായ നിർമ്മാണ പദ്ധതിയുടെ ഫേസ് 3 ലെവലിൽ ഉൾപ്പെടുത്തി 5,56,58,453 രൂപ ഫണ്ട് അനുവദിച്ചാണ് വണ്ടിപ്പെരിയാർ പഞ്ചായത്തിൽ നിന്നും ആരംഭിക്കുന്ന മ്ലാമല ഇണ്ടൻചോല കൊടുവാക്കരണം റോഡിന്റെ നിർമ്മാണം ആരംഭിക്കുന്നത്. ഗ്രാമീണ റോഡുകളെ ദേശീയപാതയുമായി ബന്ധിപ്പിച്ച് നാടിന്റെ വികസനം സാധ്യമാക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. മ്ലാമല ഇണ്ടൻചോലക്കവലയിൽ നടന്ന റോഡിന്റെ നിർമ്മാണോദ്ഘാടന ചടങ്ങിൽ ഇടുക്കി ജില്ലാ പഞ്ചായത്ത് അംഗം SP രാജേന്ദ്രൻ അധ്യക്ഷനായിരുന്നു. അഴുത ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് P മാലതി സ്വാഗതം ആശംസിച്ചു. ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് മ്ലാമല ഇണ്ടൻചോല കൊടുവാക്കരണം റോഡിന്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു. പ്രായോഗിക തലത്തിൽ ഗ്രേഡിയന്റ് പ്രശ്നം വന്നപ്പോൾ നമുക്കൊരല്പം ഡിലേ, നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള ഒരു ആശങ്കയുണ്ടായിരുന്നു. പക്ഷെ കൂട്ടായ പരിശ്രമം മൂലം എന്ന് വെച്ചാൽ MP എന്നുള്ള നിലയിൽ ഞാനും അതോടൊപ്പം തന്നെ ഇവിടെ ഉദ്യോഗസ്ഥന്മാരും എല്ലാവരും കൂട്ടുചേർന്നുകൊണ്ട് നമ്മുടെ സംസ്ഥാനത്തിന്റെ ഗ്രേഡിയന്റ് പ്രശ്നം ഈ ഉയർന്ന പ്രദേശങ്ങളിൽ ഈ തരത്തിലുള്ള പ്രത്യേകത നിൽക്കുകയാണ്. മറ്റ് PWD റോഡുകളും ഇതേ നിലവാരത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഉയർന്ന പ്രദേശങ്ങളിൽ റോഡ് നിർമ്മിക്കാൻ മറ്റു മാർഗമില്ല, അത് ഗവൺമെന്റ് അംഗീകരിക്കണം എന്നുള്ള ശക്തമായ ഒരു നിലപാട് കേന്ദ്ര സർക്കാരിന് മുന്നാകെ അവതരിപ്പിക്കാൻ സാധിച്ചു. ബഹുമാനപ്പെട്ട അന്നത്തെ ഗ്രാമവികസന വകുപ്പ് മന്ത്രി അക്കാര്യത്തിൽ പ്രത്യേകമായി ശ്രദ്ധിച്ചുകൊണ്ട് ഒരു പ്രത്യേകമായി പരിഗണന നൽകി ഒരു ടീമിനെ ഇങ്ങോട്ട് ഇതിന്റെ ഇൻസ്പെക്ഷന് വേണ്ടി അയച്ചു. അപ്പൊ അവര് ഈ പ്രദേശം എല്ലാം ചുറ്റി സഞ്ചരിച്ച് നേരിട്ട് കണ്ട് അവർക്ക് കാര്യങ്ങൾ ബോധ്യപ്പെട്ടു. അന്ന് സമർപ്പിച്ച ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ 2023 അവസാന ഘട്ടത്തിൽ 2024 ആരംഭഘട്ടത്തിൽ നമുക്ക് ഈ റോഡിന് അന്തിമമായ ഭരണാനുമതി കേന്ദ്ര സർക്കാർ നൽകി എന്നുള്ളതാണ് യഥാർത്ഥമായിട്ടുള്ള സാഹചര്യം. അപ്പൊ അത് വലിയ ഒരു ഭഗീരഥ പ്രയത്നം തന്നെയായിരുന്നു. പക്ഷെ എനിക്കിപ്പോൾ തോന്നുന്നു ആ വിധത്തിലുള്ള ആ ഒരു പ്രയത്നം ഇടപെടൽ നടത്തിയത് എന്തുകൊണ്ടും അനിവാര്യമായിരുന്നു. അല്ലെങ്കിൽ ഇത്രയും ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു ജീവൻ പ്രശ്നം എന്ന നിലയിൽ അതിജീവനത്തിന്റെ ഒരു കാര്യം കൂടി തന്നെയായിരുന്നു എന്നുള്ളതിൽ നമുക്ക് അതിനുവേണ്ടി ശ്രമിച്ചതായ ആ ഒരു കഷ്ടപ്പാടുകളും അല്ലെങ്കിൽ ആ ഒരു തരത്തിൽ ഒക്കെ തന്നെ ഇടപെട്ടതല്ല ഈ അവസരത്തിൽ അതിന്റെ പേരിൽ ആത്മസംതൃപ്തിയുണ്ട് എന്ന് ഞാൻ പ്രത്യേകമായി സൂചിപ്പിക്കുകയാണ്. PMGSY എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. അഴുത ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷാജിദ് പൈനടത്ത്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഗീത ചെല്ലതുരൈ, ആരോഗ്യമേരി, മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ഹരിദാസ്, INTUC ദേശീയ കമ്മിറ്റി അംഗം PR അയ്യപ്പൻ, CPIM മ്ലാമല ലോക്കൽ സെക്രട്ടറി MD ലിസി, കോൺഗ്രസ് വണ്ടിപ്പെരിയാർ മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് രാജൻ കുറുവമാക്കൽ, CPI മ്ലാമല ലോക്കൽ സെക്രട്ടറി CV ജോർജ്, SNDP തേങ്ങാക്കൽ ശാഖാ പ്രസിഡന്റ് KK ചന്ദ്രൻകുട്ടി തുടങ്ങിയവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു. വിവിധ സാമൂഹിക, രാഷ്ട്രീയ, സാംസ്കാരിക പ്രതിനിധികൾ, പ്രദേശവാസികൾ എന്നിവരടക്കം നൂറുകണക്കിന് ആളുകൾ റോഡിന്റെ നിർമ്മാണോദ്ഘാടന വേളയിൽ പങ്കെടുത്തു. റോഡ് വികസന സമിതി ചെയർമാൻ S രാജൻ നന്ദി അറിയിച്ച് സംസാരിച്ചു. BBC ന്യൂസ്, വണ്ടിപ്പെരിയാർ. സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ സ്ഥാപക ദിനാഘോഷത്തോടനുബന്ധിച്ച് പുതിയ ഓഫീസ് SIB ടവർ ഉദ്ഘാടനം ചെയ്തു. ചെയർമാൻ VJ കുര്യൻ ഉദ്ഘാടനം നിർവഹിച്ചു. സൗത്ത് ഇന്ത്യൻ ബാങ്ക് മാനേജിംഗ് ഡയറക്ടറും CEO-യുമായ PR ശേഷാദ്രി അധ്യക്ഷത വഹിച്ചു. 2 ലക്ഷം ചതുരശ്ര അടി വിസ്തീർണത്തിൽ 12 നിലകളിലായാണ് SIB ടവർ നിലകൊള്ളുന്നത്.
1929 സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ ചുവട് പിടിച്ച് ദീർഘദർശികളായ 42 പേർ ചേർന്നാണ് തൃശ്ശൂരിൽ സൗത്ത് ഇന്ത്യൻ ബാങ്ക് ആരംഭിച്ചത്. തുടർന്ന് പതിറ്റാണ്ടുകളായി രാജ്യമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകൾ മികച്ച ബാങ്കിംഗ് സേവനങ്ങൾ നൽകുന്ന ധനകാര്യ സ്ഥാപനമായി സൗത്ത് ഇന്ത്യൻ ബാങ്ക് മാറി. 96 വർഷങ്ങളുടെ വിശ്വസ്തയും ഉപഭോക്തൃ സേവന രംഗത്തെ പാരമ്പര്യവും കൈമുതലാക്കി നവീന ബാങ്കിംഗ് സേവനങ്ങൾ നൽകുന്ന സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ കാക്കനാട് പ്രവർത്തനം ആരംഭിച്ച പുതിയ ഓഫീസ് SIB ടവർ ചെയർമാൻ VJ കുര്യൻ ഉദ്ഘാടനം ചെയ്തു. This building symbolizes our achievement over the past and the vision for the future, and is a testament to the collective ambition and commitment of each one of us assembled here today. Over the years, South Indian Bank has become synonymous with trust, resilience, and progress, and this building is an embodiment of that progress which we have achieved. What makes this day special is not the brick and mortar of the SIB tower, but what it represents. Our pursuit of perfection, our dedication to excellence, and our steadfast commitment to the needs of our employees, customers, and stakeholders. The SIB tower, designed with sustainable features, cutting-edge technology, and a focus on employee well-being, will cater to our operational needs and also become the very heart of our organizational culture, a space where creativity, collaboration, and innovation will flourish. With over 1,200 workplaces, the SIB Tower will serve as a central hub of our operations, allowing us to continue to grow, innovate, and provide exceptional service to our valued customers. The journey of this project has been marked by significant milestones, each representing the perseverance and hard work of many individuals. ശതാബ്ദിയിലേക്ക് അടുക്കുന്ന സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ പ്രവർത്തനങ്ങളിലെ നാഴികക്കല്ലാണ് കാക്കനാടുള്ള SIB ടവർ എന്ന് ചെയർമാൻ VJ കുര്യൻ പറഞ്ഞു. സൗത്ത് ഇന്ത്യൻ ബാങ്ക് മാനേജിംഗ് ഡയറക്ടറും CEOയുമായ PR ശേഷാദ്രി അധ്യക്ഷത വഹിച്ചു. Today, that a small set of intrepid entrepreneurs set out to start a bank in Thrissur. Unbeknown to them was the fact that the Great Depression was around the corner. Not only did the bank survive the depression, it grew and prospered. And I have here in front of me the rate of growth of this incredible organization. So we started the year 1929 with a capital base of 23,000 rupees, deposits of 3 lakh rupees, and advances of 2 lakh rupees. We entered 1988-89, which is a space of 60 years. We had capital of 3.12 crores, deposits of 438.97 crores, and advances of 217.74 crores. ബോർഡ് അംഗങ്ങൾ, മുൻകാല ഡയറക്ടർമാർ, മുൻ ജീവനക്കാർ, ഉപഭോക്താക്കൾ, ഓഹരി ഉടമകൾ എന്നിവർ പങ്കെടുത്തു. 2 ലക്ഷം ചതുരശ്ര വിസ്തീർണത്തിൽ 12 നിലകളിലായാണ് SIB ടവർ നിലകൊള്ളുന്നത്. 1200 ജീവനക്കാർക്കുള്ള വർക്ക് സ്പേസിന് പുറമെ മെഗാ കറൻസി ചെസ്റ്റ്, ബ്രാഞ്ച് ഓഫീസ്, അനുബന്ധ ഓഫീസുകൾ തുടങ്ങിയ വിപുലമായ സൗകര്യങ്ങളാണ് ഇവിടെയുള്ളത്. അത്യാധുനിക പാർക്കിംഗ് സംവിധാനങ്ങളുള്ള ബേസ്മെൻറ്റ്, വിശാലമായ ഓഡിറ്റോറിയം, ഓഡിയോ വിഷ്വൽ സൗകര്യമുള്ള ബോർഡ് റൂം, 9 മീറ്റിംഗ് റൂമുകൾ, 3 ഇൻ്റർവ്യൂ റൂമുകൾ എന്നിവയും ഈ ബിൽഡിങ്ങിൽ ഒരുക്കിയിട്ടുണ്ട്. ക്വാറിയിൽ നിന്നും പാറ പൊട്ടിക്കുന്നതിനിടയിൽ പാറക്കഷ്ണം തെറിച്ച് വീടിന് മുകളിൽ പതിച്ച് നാശനഷ്ടം. ഒഴിവായത് വൻ അപകടം. കലൂർക്കാട് പഞ്ചായത്തിൽ 10-ാം വാർഡ് മണിയന്ത്രം ചാറ്റുപാറയിലാണ് സംഭവം.
കല്ലൂർക്കാട് പഞ്ചായത്തിൽ 10ാം വാർഡ് മണിയന്ത്രം ചാറ്റുപാറയിലാണ് പാറക്കഷ്ണം തെറിച്ച് വീടിന് മുകളിൽ പതിച്ചത്. വെള്ളിയാഴ്ച രാവിലെയാണ് തേവരോലിയിൽ സുരേഷ് ബാബുവിന്റെ വീടിന് മുകളിലേക്ക് കല്ല് വീണത്. പാറയിൽ നിന്നും പാറ പൊട്ടിക്കുന്നതിനിടയിലാണ് പാറക്കഷ്ണം തെറിച്ച് വീടിന് മുകളിൽ വീണത്. ട്രസ്റ്റ് വർക്കിനും ഓടിനും ചുമരുകൾക്കും കേടുപാട് സംഭവിച്ചു. സംഭവം നടക്കുമ്പോൾ സുരേഷിന്റെ ഭാര്യ ഗീത മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. ഇവിടെ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഭയങ്കരമായൊരു ശബ്ദം കേട്ടത്. ശബ്ദം കേട്ട് വന്നു നോക്കിയപ്പോൾ പൊടി പറക്കുന്ന ഒച്ച കേൾക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് മനസ്സിലായില്ല വാതിലടച്ചിരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് വാതിൽ തുറന്ന് നോക്കി കഴിഞ്ഞപ്പോൾ അപ്പുറത്തെ വീട്ടുകാർ ചോദിക്കുന്നുണ്ട് എന്താണ് ആ കേൾക്കുന്നതെന്ന്. അപ്പോഴാണ് ഞാൻ മുൻവശത്തേക്ക് നോക്കിയപ്പോൾ വലിയൊരു കല്ല് കിടക്കുന്നുണ്ട്. ഇഷ്ടിക മുഴുവനും പൊടിഞ്ഞ് മണ്ണ് പറക്കുന്നുണ്ട്. ആ മണ്ണിന്റെ പൊടി അങ്ങ് മാറിക്കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് വീടിന്റെ മുകളിലെ മേൽക്കൂര മൊത്തം തകർന്നിരിക്കുകയാണെന്ന്. ഭിത്തിക്കും കേടുപാട് സംഭവിച്ചിട്ടുണ്ട്. മുറ്റത്തിട്ടിരിക്കുന്ന ടൈൽസിനും കേടുപാടുണ്ട്. പൊടിയുണ്ട്. റോഡിലൂടെ വണ്ടി പോകുന്നുണ്ട്. വർഷത്തിലാണെങ്കിൽ വണ്ടിയുടെ ടയറിൽ നിന്നുള്ള ചെളി വീടിന്റെ മുറ്റത്ത് വരെ ചെളിയാണ് വരുന്നത്. ഇത് അവർ ഈ സംഭവം നടന്നിട്ട് ഇതുവരെ പണിയൊന്നും നിർത്തിവെക്കാൻ വരെ അവർ തയ്യാറായിട്ടില്ല. പോലീസ് ഉദ്യോഗസ്ഥന്മാരും മടയിൽ ചെന്നിട്ട് അവർ ഇന്ന് വരെ ഈ പണിയൊന്നും ഇത്രയും നേരം ഒരു അരമണിക്കൂറെങ്കിലും നിർത്തിവെക്കാനും അവർ തയ്യാറായിട്ടില്ല ഇതുവരെ. ഇപ്പോഴും പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ. പോലീസ് ഉദ്യോഗസ്ഥന്മാർ അവിടെ ചെന്നിട്ട് തിരിച്ച് ഇവിടെ വന്നിട്ട് പോലും അവർ ഈ പണി നിർത്താൻ പോലും തയ്യാറായിട്ടില്ല. നമ്മൾ മെമ്പറെ വിളിച്ചപ്പോൾ മെമ്പർ പറഞ്ഞു നിങ്ങൾ പരാതി കൊടുക്കുമെന്ന് പറഞ്ഞു. പരാതി കൊടുക്കാൻ ഞങ്ങൾ പോവുകയാണ്. ഞങ്ങൾ എല്ലായിടത്തും പരാതി കൊടുക്കുന്നുണ്ട്. പരാതിയോട് പരാതി, എന്നും പരാതിയാ. ഈ പെരയുടെ ഏതാണ്ട് 1/4% പെരയുടെ പോയി ഉള്ളു വട്ടം പൊട്ടിയിരിക്കണം ഭിത്തിയിലെ. ഇതിനകത്ത് എങ്ങനെ പേടിച്ചിട്ട് താമസിക്കുന്നു? പുത്തൻപുരയ്ക്കൽ ജെയ്സിന്റെ 8 ഏക്കർ വരുന്ന സ്ഥലത്ത് 3 ഏക്കർ സ്ഥലം പുല്ലുവഴി സ്വദേശിയായ ഷിജോ ടി പോളിനാണ് കരാർ വ്യവസ്ഥയ്ക്ക് ക്വാറി നടത്താൻ കൊടുത്തിരിക്കുന്നത്. 5 മാസമായി വൻതോതിൽ പാറ പൊട്ടിച്ച് മാറ്റിവരുന്നതെന്നും ഇതുമൂലം റോഡ് തകർന്നുവെന്ന് ചൂണ്ടിക്കാണിച്ച് പ്രദേശവാസികൾ പരാതി നൽകിയിരുന്നു. ഈ കേസ് ഹൈക്കോടതിയിൽ നിലനിൽക്കുമ്പോഴാണ് വെള്ളിയാഴ്ച ഈ അപകടം നടന്നത്. വില്ലേജ് ഓഫീസ്, ജിയോളജിക്കൽ എന്നിവിടങ്ങളിൽ പരാതിയുമായി പോകുമെന്ന വീടുടമയും പ്രദേശവാസികളും പറഞ്ഞു. അറക്കുളം ഗ്രാമപഞ്ചായത്തിലെ 12ാം വാർഡിൽ പ്രവർത്തിക്കുന്ന പന്നി ഫാം സമീപവാസികൾക്ക് ശല്യമായതായി പരാതി. പ്രദേശവാസികൾ കാഞ്ഞാർ പോലീസിൽ പരാതി നൽകി. ഫാമിലെ മാലിന്യങ്ങൾ നിയമങ്ങൾ പാലിക്കാതെ ഇവിടെ തള്ളുന്നതാണ് അയൽവാസികൾക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നത്. ആവശ്യമായ സുരക്ഷാ ക്രമീകരണങ്ങൾ നടത്തി ഫാം പ്രവർത്തിപ്പിക്കുന്നതിന് തങ്ങൾ എതിരല്ലെന്നും നാട്ടുകാർ പറഞ്ഞു. അറക്കുളം ഗ്രാമപഞ്ചായത്തിലെ 12ാം വാർഡിൽ മൂലമറ്റം ആഡിറ്റിലുള്ള പന്നിഫാം സമീപവാസികൾക്ക് ശല്യമായതായി പരാതി. ഇത് സംബന്ധിച്ച് ജനങ്ങൾ കാഞ്ഞാർ പോലീസിൽ പരാതി നൽകി. ഫാമിലെ മാലിന്യങ്ങൾ നിയമങ്ങൾ പാലിക്കാതെ ഇവിടെ തള്ളുന്നതാണ് അയൽവാസികൾക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നത്. ആവശ്യമായ സുരക്ഷാ ക്രമീകരണങ്ങൾ നടത്തി ഫാം പ്രവർത്തിപ്പിക്കുന്നതിന് തങ്ങൾ എതിരല്ലെന്നും നാട്ടുകാർ പറഞ്ഞു. ആരോഗ്യവകുപ്പ് കാര്യത്തിൽ പരിശോധന നടത്തി ജനങ്ങൾക്ക് സംരക്ഷണം നൽകണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. ഈ കാണുന്നതാണ് ഇവിടെ വേസ്റ്റ് തള്ളുന്ന കുഴി. ഒരു ഭയങ്കര കുഴിയാണ്. ഈ കുഴിയിൽ വേസ്റ്റ് തള്ളിക്കൊണ്ടിട്ട് 50 മീറ്റർ മാത്രം അടുത്തിരിക്കുന്ന 50 ഇല്ല, ഒരു 15 ഉള്ളൂ. ഈ രണ്ടാമത്തെ കുഴി വെച്ച് നോക്കിക്കഴിഞ്ഞാൽ 10 മീറ്റർ അകലേ ഉള്ളൂ. ഈ 10 മീറ്റർ അകലത്തിൽ കുടിവെള്ള ടാങ്ക്, പഞ്ചായത്തിൻ്റെ ടാങ്ക് ഇരിക്കുകയാണ്. ആ ടാങ്കിൽ നിന്ന് അശോകവല വരെയും കുടിവെള്ളം പദ്ധതി നടപ്പിലാക്കി കൊടുക്കുന്ന ഒരു ടാങ്കാണിത്. ഇതിൻ്റെ അടുത്ത് തന്നെയാണ് ഈ മാലിന്യ കൂമ്പാരം. എറണാകുളത്ത് കിടക്കുന്ന മാലിന്യം മുഴുവൻ ഇവിടെ കൊണ്ടുവന്ന് അടിക്കുന്നതായിട്ടാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതിനുവേണ്ടി ഞാൻ പരാതി നൽകിയിട്ടുണ്ട്. ഹെൽത്തിൽ പരാതി കൊടുത്തിട്ടുണ്ട്. പഞ്ചായത്ത് സെക്രട്ടറിക്ക് പരാതി ഞാൻ കൊടുത്തിട്ടുണ്ട്. വൃത്തിഹീനവും അനാരോഗ്യവുമായ രീതിയിലാണ് ഫാമിൻ്റെ പരിസരത്തിൻ്റെ അവസ്ഥ. വേണ്ട രീതിയിൽ ശുചിയാക്കാത്തതും ബയോഗ്യാസ് പ്ലാന്റ് പ്രവർത്തിപ്പിക്കാത്തതും മൂലം ദുർഗന്ധവും ഈച്ചശല്യവും വർദ്ധിച്ചു വരികയാണ്. ഗ്യാസ് പ്ലാന്റ് പൊട്ടി മലിനജലം സമീപത്തെ പുരയിടങ്ങളിലേക്ക് ഒഴുകുന്ന സ്ഥിതിയാണ്. ഫാമിൻ്റെ മറവിൽ എറണാകുളം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിന്നും മറ്റും രാത്രികാലങ്ങളിൽ ലോറികളിൽ മാലിന്യം കൊണ്ടുവന്ന് ഇവിടെ കുഴിച്ചിടുന്നതായും പറയപ്പെടുന്നു.
പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ചാക്കുകളിൽ കെട്ടി ഇവിടെ ഉപേക്ഷിക്കുന്നതായും ആരോപണമുണ്ട്. പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ളവ കൂട്ടിയിട്ട് കത്തിക്കുന്നതായും പറയപ്പെടുന്നു. മഴ പെയ്യുമ്പോൾ മാലിന്യം ഒഴുകി കുടിവെള്ള സ്രോതസ്സുകൾ മലിനമാകുന്ന സാഹചര്യവുമുണ്ട്. ഇത് പൂട്ടണമെന്നോ പൂട്ടിക്കണമെന്നോ ഒരു പരാതി കൊടുത്തില്ല. ന്യൂസ് ബ്യൂറോ, മൂലമറ്റം. കാസിസ് ഷിറ്റോറിയു ഇന്റർനാഷണൽ കരാട്ടെ അക്കാദമിയുടെ കേരള സ്റ്റേറ്റ് കരാട്ടെ ചാമ്പ്യൻഷിപ്പ് ഫെബ്രുവരി 1 തൊടുപുഴയിൽ നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. തൊടുപുഴ സർക്കിൾ ഇൻസ്പെക്ടർ മഹേഷ് കുമാർ ഉദ്ഘാടനം ചെയ്യും. കാസിസ് കരാട്ടെ അക്കാദമി നാഷണൽ പ്രസിഡന്റ് സന്തോഷ് അഗസ്റ്റിൻ അധ്യക്ഷത വഹിക്കും. കാസിസ് ഷിറ്റോ ടിയു ഇന്റർനാഷണൽ കരാട്ടെ അക്കാദമിയുടെ നേതൃത്വത്തിൽ കേരള സ്റ്റേറ്റ് കരാട്ടെ ചാമ്പ്യൻഷിപ്പ് ഫെബ്രുവരി 1 തൊടുപുഴ ഡീപോൾ പബ്ലിക് സ്കൂളിൽ നടത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. രാവിലെ 10 തുടങ്ങുന്ന മത്സരങ്ങൾ കാസിസ് കരാട്ടെ അക്കാദമി നാഷണൽ പ്രസിഡന്റ് സെൻസായി സന്തോഷ് അഗസ്റ്റിന്റെ അധ്യക്ഷതയിൽ തൊടുപുഴ സർക്കിൾ ഇൻസ്പെക്ടർ മഹേഷ് കുമാർ ഉദ്ഘാടനം ചെയ്യും. ഡീപോൾ പബ്ലിക് സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ സിബി കെ ജോൺ കുട്ടികൾക്ക് സന്ദേശം നൽകും. കരാട്ടെ അക്കാദമി ജനറൽ സെക്രട്ടറി മനോജ് മണിയൻ, ട്രഷറർ രാജു വൈലോപ്പള്ളി, ജയൻ PJ എന്നിവർ ആശംസകൾ അറിയിക്കും. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ നിന്നായി 1000-ലധികം കുട്ടികൾ പങ്കെടുക്കും. കാസിസ് ഷിറ്റോറിയോ ഇന്റർനാഷണൽ കരാട്ടെ സ്കൂളിന്റെ രണ്ടാമത് ഷിഹാൻ കോൺകാസിസ് മെമ്മോറിയൽ കരാട്ടെ സ്റ്റാർ ചാമ്പ്യൻഷിപ്പ് ഫെബ്രുവരി 1 ശനിയാഴ്ച തൊടുപുഴ ഡീപോൾ പബ്ലിക് സ്കൂൾ ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടത്തുകയാണ്. കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നുള്ള പരിചയസമ്പന്നരായ റഫറിമാരുടെയും ജഡ്ജസിന്റെയും നേതൃത്വത്തിൽ നടക്കുന്ന ഈ മത്സരം തൊടുപുഴ സർക്കിൾ ഇൻസ്പെക്ടർ ശ്രീ മഹേഷ് കുമാർ അവർ ഉദ്ഘാടനം ചെയ്യുന്നു. ഡീപോൾ പബ്ലിക് സ്കൂളിന്റെ പ്രിൻസിപ്പൽ ഫാദർ CP K ജോൺ സന്ദേശം നൽകുന്നു. കാസിസ് കരാട്ടെ അക്കാദമിയുടെ പ്രസിഡന്റ് സെൻസൈ സന്തോഷ് അഗസ്റ്റിൻ അധ്യക്ഷത വഹിക്കുന്നു. സെൻസൈ രാജ് വൈലോപ്പള്ളി ട്രഷറർ, സെൻസൈ രാജ്, സെൻസൈ മനോജ് മണിയൻ ജനറൽ സെക്രട്ടറി എന്നിവർ ഈ മത്സരങ്ങളിൽ പ്രമുഖ സ്ഥാനങ്ങൾ അലങ്കരിക്കുന്നു. കേരളത്തിലെ 8 ജില്ലകളിൽ നിന്നായി 1000-ലധികം കുട്ടികൾ പങ്കെടുക്കുന്ന ഈ മത്സരം 5 വയസ്സ് മുതൽ 17 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു മത്സരമാണ്. കുട്ടികളുടെ സ്വയരക്ഷയ്ക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് കാസിസ് കരാട്ടെ അക്കാദമി നടത്തുന്ന ഇങ്ങനെയുള്ള മത്സരങ്ങൾ സമൂഹത്തിനും വ്യക്തികൾക്കും ഏറെ പ്രാധാന്യം നൽകിക്കൊണ്ടാണ് ഞങ്ങൾ ഇതിനെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത്. തൊടുപുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് സന്തോഷ് അഗസ്റ്റിനും ട്രഷറർ രാജ് വൈലോപ്പള്ളിയും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. കേരള കോൺഗ്രസ് എം തൊടുപുഴ മുനിസിപ്പൽ വെസ്റ്റ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ KM മാണിയുടെ 92ാം ജന്മദിനം കാരുണ്യ ദിനമായി ആചരിച്ചു. ഇതിന്റെ ഭാഗമായി തൊടുപുഴ സേവേഴ്സ് ഹോമിലെ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ കൈമാറി. കേരള കോൺഗ്രസ് ഉന്നതാധികാര സമിതി അംഗം പ്രൊഫസർ KI ആന്റണി പഠനോപകരണങ്ങൾ ഫാദർ മാത്യു J കുന്നത്തിന് കൈമാറി. മണ്ഡലം പ്രസിഡന്റ് ഡോണി കട്ടക്കയും അധ്യക്ഷത വഹിച്ചു. C ജയകൃഷ്ണൻ, ബേബി ആലുങ്കൽ, സണ്ണി കാവപ്പുരയ്ക്കൽ, ജോസ് ഈറ്റക്കുന്നേൽ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ഇന്ന് തൊടുപുഴയിലെ വെസ്റ്റ് മണ്ഡലം കമ്മിറ്റിയുടെ വകയായി ബഹുമാനപ്പെട്ട കുന്നത്തച്ഛൻ നടത്തി വരുന്ന ആതുരാലയത്തിൽ, അനാഥാലയത്തിൽ പഠന സാമഗ്രികൾ കുട്ടികൾക്ക് വിതരണം ചെയ്യുന്നതിനായി അദ്ദേഹത്തെ ഏൽപ്പിച്ചുകൊണ്ട് നമ്മൾ ഈ പരിപാടി ഇവിടെ ആചരിക്കുകയാണ്. ബഹുമാനപ്പെട്ട കുന്നത്തച്ഛൻ യഥാർത്ഥത്തിൽ കാരുണ്യത്തിൻ്റെ ആൾരൂപമാണ്. കുന്നത്തച്ഛൻ എനിക്ക് കുന്നത്തച്ഛനെ എൻ്റെ ആയുഷിനോളം എനിക്ക് കുന്നത്തച്ഛനുമായി പരിചയമുണ്ട്. കുന്നത്തച്ഛൻ ചെറിയ തോതിൽ ഈ തൊടുപുഴ പ്രദേശങ്ങളിൽ ആരംഭിച്ച ജീവകാരുണ്യ പ്രവർത്തനം ഇന്ന് വളരെ വിപുലമായി വളർന്ന് പന്തലിച്ച് നിൽക്കുന്നത് കാണുമ്പോൾ നമുക്കെല്ലാവർക്കും അതിയായ സന്തോഷമുണ്ട്. ഈ തൊടുപുഴയ്ക്ക് അദ്ദേഹം നൽകിയ സംഭാവന ഓർത്ത് നമുക്കതിയായ സന്തോഷമുണ്ട്. മാണിസാറും കുന്നത്തച്ഛനും തമ്മിൽ വളരെയേറെ ബന്ധമുണ്ട്, സാമ്യമുണ്ട് എന്ന് എനിക്ക് തോന്നുകയാണ്. മാണിസാറ് ഈ സംസ്ഥാനത്തൊട്ടാകെ പ്രവർത്തിക്കുന്നതിനുള്ള സാഹചര്യം ലഭിച്ച ആളാണ്. 13 ബഡ്ജറ്റുകളിലൂടെ ഈ രാജ്യത്തിലെ സാധാരണ ജനങ്ങളുടെ കണ്ണീരൊപ്പുന്നതിന് അദ്ദേഹം ചെയ്ത സേവനം ഈ കേരളത്തിന് ഏറ്റവും വലിയ മാതൃകയായി നിലകൊള്ളുകയാണ്. അദ്ദേഹത്തിൻ്റെ
പൊതുപ്രവർത്തന പാരമ്പര്യത്തിൽ പങ്കുചേർന്നുകൊണ്ട് അതിനെ പിൻപറ്റിക്കൊണ്ടാണ് ഇന്ന് കേരള കോൺഗ്രസ് പാർട്ടി 1000 കേന്ദ്രങ്ങളിൽ ഈ മാതിരി പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നത്. അദ്ദേഹം എത്രയോ പ്രവർത്തനങ്ങൾ ചെയ്തു. ഇന്ന് ഈ രാജ്യത്ത് നിലനിൽക്കുന്ന എല്ലാ ക്ഷേമ പ്രവർത്തനങ്ങളുടെയും ഉപജ്ഞാതാവ്, ആസൂത്രകൻ വാസ്തവത്തിൽ മാണി സാറാണെന്ന് പറയാനായിട്ട് ഒരു മടിയും നമുക്കില്ല. പല സന്ദർഭങ്ങളിലും അദ്ദേഹവുമായി സംസാരിക്കുവാനുള്ള അവസരങ്ങൾ എനിക്കുണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, കാരുണ്യത്തിൻ്റെ ആൾരൂപമായിരുന്നു മാണി സാറ് എന്ന് പറയുന്നതിൽ ആരും വിയോജിപ്പ് പ്രകടിപ്പിക്കുമെന്ന് തോന്നുന്നില്ല. അത്രമാത്രം കാരുണ്യ പ്രവൃത്തികൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. നിരവധി ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന് പാവപ്പെട്ട ആളുകൾക്ക് ചികിത്സാ സഹായം മാണി സാറിൻ്റെ കാരുണ്യ പദ്ധതിയുടെ ഫലമായി ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് സംശയമില്ല. പ്രത്യേകിച്ചും അദ്ദേഹത്തിൻ്റെ 92ാം ജന്മദിനം ആഘോഷിക്കുന്ന ഈ സന്ദർഭത്തിൽ ഇവിടെ കുട്ടികൾക്ക് ആവശ്യമായ നോട്ട്ബുക്ക്, അതുപോലെ മറ്റ് സാധനങ്ങൾ നൽകിക്കൊണ്ട് ഉള്ള ഒരു പരിപാടിയാണ് കേരള കോൺഗ്രസ് നിർവഹിച്ചത്. അതിന് അവയെല്ലാം സ്വീകരിച്ചുകൊണ്ട് വേണ്ടതുപോലെ പ്രയോജനപ്പെടുത്തും. ഇനിയും എല്ലാ വർഷവും ഈ കാരുണ്യ പ്രവൃത്തികൾ തുടർന്ന് നടത്തുന്നതിനുള്ള കഴിവും മനസ്സും എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാനിവയെല്ലാം ഏറ്റുവാങ്ങുന്നു. നന്ദി, നമസ്കാരം. മുള്ളരിങ്ങാട് ജനവാസ മേഖലയിൽ കാട്ടാനശല്യം രൂക്ഷമായതിനെ തുടർന്ന് രാത്രികാലങ്ങളിൽ ഉറങ്ങാതെ കാവലിരിക്കുന്നവർക്ക് വെളിച്ചം കിട്ടാനായി നാട്ടുകാർ വാങ്ങിയ വൈദ്യുതി കേബിൾ സാമൂഹ്യ വിരുദ്ധർ തീയിട്ട് നശിപ്പിച്ചു. നാട്ടുകാർ പിരിവിട്ട് 4 കിലോമീറ്റർ ഭാഗത്ത് വെളിച്ചമെത്തിക്കാനായി കേബിൾ വാങ്ങിക്കുകയും ജനറേറ്റർ വാടകയ്ക്കെടുക്കുകയും ചെയ്തിരുന്നു. വെള്ളിയാഴ്ച കേബിൾ വലിക്കാനിരിക്കെയാണ് ഇവ നശിപ്പിച്ചത്. മുള്ളരിങ്ങാട് ജനവാസ മേഖലയിലെ കാട്ടാന ഭീതി രാത്രികാലങ്ങളിൽ ഉറങ്ങാതെ കാവലിരിക്കുന്നവർക്ക് വെളിച്ചം കിട്ടാനായി നാട്ടുകാർ വാങ്ങിയ വൈദ്യുതി കേബിൾ സാമൂഹ്യ വിരുദ്ധർ തീയിട്ട് നശിപ്പിച്ചു. വെള്ളക്കയം തലക്കോട് റോഡിൽ പനങ്കുഴി ഭാഗത്തായ റോഡരികിൽ കൂട്ടിയിട്ടിരിക്കുകയായിരുന്നു. 1 കിലോമീറ്ററോളം ദൂരം വലിക്കാനുള്ള കേബിൾ കത്തി നശിച്ചു. നാട്ടുകാർ പിരിവിട്ട് 4 കിലോമീറ്ററോളം ഭാഗത്ത് വെളിച്ചം എത്തിക്കാനായി കേബിൾ വാങ്ങിക്കുകയും ജനറേറ്റർ വാടകയ്ക്കെടുക്കുകയും ചെയ്തിരുന്നു. വെള്ളിയാഴ്ച കേബിൾ വലിക്കാനിരിക്കെയാണ് ഇവ നശിപ്പിച്ചത്. കാട്ടാനശല്യം രൂക്ഷമായതിനാൽ റോഡരികിൽ നാട്ടുകാർ ആഴി കൂട്ടി കാവലിരിക്കുന്നുണ്ട്. പ്രദേശത്താകെ വെളിച്ചം എത്തിക്കാൻ വേണ്ടിയാണ് കേബിൾ വലിക്കാൻ തീരുമാനിച്ചത്. ജനറേറ്റർ ഉൾപ്പെടെ വാടകയ്ക്കെടുത്തിരുന്നു. സാമൂഹ്യ വിരുദ്ധരെ കണ്ടെത്തണമെന്ന് ആവശ്യപ്പെട്ട് ഊന്നുകൽ പോലീസിൽ പരാതി നൽകി. ന്യൂസ് ബ്യൂറോ, മുള്ളരിങ്ങാട്. സുന്നി യുവജന സംഘടനയുടെ നേതൃത്വത്തിൽ മദ്യം, മയക്കുമരുന്ന് തുടങ്ങിയ സാമൂഹ്യ വിപത്തുകൾ നിയന്ത്രിക്കണമെന്നാവശ്യപ്പെട്ട് ഇടുക്കി ജില്ലാ പോലീസ് സൂപ്രണ്ട് ഓഫീസ് പടിക്കലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഫെബ്രുവരി 1 പ്രതിഷേധ ധർണയിൽ സുന്നി യുവജന സംഘടനയുടെ ജില്ലാ സംസ്ഥാന നേതാക്കൾ പങ്കെടുക്കുമെന്നും വ്യക്തമാക്കി. സുന്നി യുവജന സംഘടനയുടെ നേതൃത്വത്തിൽ മദ്യം, മയക്കുമരുന്ന് തുടങ്ങിയ സാമൂഹ്യ വിപത്തുകൾ നിയന്ത്രിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഇടുക്കി ജില്ലാ പോലീസ് സൂപ്രണ്ട് ഓഫീസ് പടിക്കലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മനുഷ്യൻ്റെ എല്ലാവിധത്തിലുള്ള നാശത്തിന് കാരണമാകുന്ന മദ്യം പൂർണ്ണമായി ഒഴിവാക്കണം. ഇക്കാര്യത്തിൽ ഗവൺമെന്റിന്റെ പുതിയ മദ്യനയത്തോട് നിലപാടുകളോട് യോജിക്കാനാവില്ല എന്നും സംഘടനാ നേതാക്കൾ ചെറുതോണിയിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. രാവിലെ 9-9:30 ഉള്ളിലായിട്ടും പൈനാവിൽ നിന്നും തുടങ്ങി SP ഓഫീസിലേക്കാണ് മാർച്ച് തീരുമാനിച്ചിട്ടുള്ളത്. അത് പ്രധാനമായും അധികാരികളെ ഒരു ഉണർത്തലുണ്ടാവുക എന്നുള്ളതാണ് ഈ വിഷയത്തിൽ. ഉദാഹരണത്തിന് ബ്രൂവറി, അവിടെ സമരം നടക്കുന്നുണ്ട്. അവിടെ ജലലഭ്യതയും മറ്റുമാണ് അവിടുത്തെ പ്രാദേശിക പ്രശ്നങ്ങൾ ഉന്നയിച്ചിട്ടാണ് അതിനെതിരെ സമരം നടക്കുന്നത്. അതവിടെ വേണ്ട. പക്ഷെ മദ്യം തന്നെ വേണോ എന്ന് ചിന്തിക്കണ്ടേ? മദ്യം ഏറ്റവും ലഹരിയായി മാറുന്ന ഈ കാലത്ത് ഇവിടെ പാൻ മസാലകൾ, കഞ്ചാവ് പോലെയുള്ള മറ്റു ലഹരികൾ വിലക്കപ്പെട്ടതാണ്. അതിനേക്കാൾ ഭീകരമാണ് മദ്യത്തിൻ്റെ പല രീതികളും. ആദ്യം മനുഷ്യന്റെ
മസ്തിഷ്കത്തെയും മനോനിലയെയൊക്കെ തെറ്റിക്കുന്ന രീതിയാണ് മദ്യത്തിനുള്ളത്. പിന്നീട് അത് കുടുംബങ്ങൾ ഇല്ലായ്മ ചെയ്യപ്പെടുന്ന അവസ്ഥ. വിദ്യാഭ്യാസം എത്ര ഉന്നതിയിലുണ്ടെങ്കിലും ലഹരി ഉള്ളിലേക്ക് ചെല്ലുമ്പോഴേക്ക് അവരുടെ വിദ്യാഭ്യാസത്തിൻ്റെ മൂല്യങ്ങളും എത്തിക്സൊക്കെ മറന്ന് പലതും ചെയ്തു കൂട്ടുന്ന രീതികളാണ്. അത് സ്ത്രീയെന്നോ പുരുഷനെന്നോ വ്യത്യാസമല്ലാതെ എല്ലാവരിലേക്കും വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് അധികാരികൾ കണ്ണു നോക്കുകയും നമ്മുടെ ഉദ്യോഗസ്ഥ സ്ഥാനത്തിരിക്കുന്നവർ കൃത്യമായ ഇടപെടലുകൾ നടത്തുകയും ചെയ്യണമെന്ന ഒരു ഓർമ്മപ്പെടുത്തലാണ് നമ്മൾ മാർച്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫെബ്രുവരി 1 രാവിലെ 9 മണിയോടെ ആരംഭിക്കുന്ന പ്രതിഷേധ ധർണയിൽ സുന്നി യുവജന സംഘടനയുടെ ജില്ലാ സംസ്ഥാന നേതാക്കൾ പങ്കെടുക്കുമെന്നും ജില്ലാ പ്രസിഡന്റ് അനസ് ജൗഹരി, മറ്റ് ഭാരവാഹികളായ മുഹമ്മദ് അൽഫി അൽത്താസ്, ജോയിന്റ് സെക്രട്ടറി അബ്ദുൾ റഹ്മാൻ കുബാരി എന്നിവർ അറിയിച്ചു. കേരള ഹോട്ടൽ ആൻഡ് ഫുഡ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ മുട്ടം യൂണിറ്റിന്റെ ഉദ്ഘാടനം നടന്നു. യൂണിറ്റിന്റെ പ്രവർത്തന ഉദ്ഘാടനം KHFA സെൻട്രൽ പ്രസിഡന്റ് എൻ ബാബു നിർവഹിച്ചു. ഹെൽത്ത് കാർഡ് മെഡിക്കൽ ക്യാമ്പിന്റെ ഉദ്ഘാടനം വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം പരീത് കാനാപ്പുറം നിർവഹിച്ചു. നഗരങ്ങളിലെത്തുന്ന ആയിരങ്ങൾക്ക് ആവശ്യമായ ഭക്ഷ്യസാധനങ്ങൾ വിതരണം ചെയ്യുന്ന സംരംഭകരെ സേവന മേഖലയിൽപ്പെടുത്തി അർഹമായ പ്രാധാന്യം നൽകി ആനുകൂല്യങ്ങളും പ്രോത്സാഹനങ്ങളും നൽകണമെന്ന് കേരള ഹോട്ടൽ ആൻഡ് ഫുഡ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ മുട്ടം യൂണിറ്റിന്റെ ഉദ്ഘാടന വേളയിൽ ആവശ്യപ്പെട്ടു. KHFA മുട്ടം യൂണിറ്റിന്റെ പ്രവർത്തന ഉദ്ഘാടനം KHFA സെൻട്രൽ പ്രസിഡന്റ് MN ബാബു നിർവഹിച്ചു. ബൈറ്റ് ഭക്ഷണം കൈകാര്യം ചെയ്യുന്നവർക്കായി നടത്തിയ ഹെൽത്ത് കാർഡ് മെഡിക്കൽ ക്യാമ്പിന്റെ ഉദ്ഘാടനം വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം പരീത് കാനാപ്പുറം നിർവഹിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് ബിജി ചിറ്റാട്ടിൽ അധ്യക്ഷത വഹിച്ചു. മുതലക്കോടം ഹോളി ഫാമിലി ഹോസ്പിറ്റൽ MD ഡോക്ടർ അത്താക്കി ഉമർ മുഖ്യപ്രഭാഷണം നടത്തി. KHFA ഭാരവാഹികളായ KK നാഗൂർ കനി, അബ്ദുൽ സലീം, PK അനിൽകുമാർ, ജോസ്ലൈറ്റ് മാത്യു, അബ്ദുൾ റസാഖ് തുടങ്ങിയവർ പ്രസംഗിച്ചു. KHFA സാരഥികളായ ശ്രീകാന്ത് പിള്ള, രാജി കണ്ണൻ, ബേബി ജോസഫ്, ഷമീർ കുഞ്ഞാവിടൻ, റഷീദ് KA, VS നസീർ, CK അനീഷ്, മിഥുൻ ഇസ്മയിൽ, ഉമാദേവി, ശൈലജ തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ മുട്ടം. CPM കഴിഞ്ഞ ദിവസം മുല്ലക്കാനം CHC ആശുപത്രിയുടെ മുമ്പിൽ നടത്തിയ സമരം വെറും പ്രദർശനം മാത്രമാണെന്ന് കോൺഗ്രസ് രാജാക്കാട് മണ്ഡലം കമ്മിറ്റി. M. മണി 5 വർഷം മന്ത്രിയായിരുന്നപ്പോഴും ആശുപത്രിക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ലെന്നും മണ്ഡലം കമ്മിറ്റി ആരോപിച്ചു. CPM കഴിഞ്ഞ 10 വർഷമായി കേരളം ഭരിക്കുകയും ഉടുമ്പൻചോല എന്നുള്ള പ്രതിനിധിയായ M. മണി 5 വർഷം മന്ത്രിയായിരിക്കുകയും 4 വർഷം MLA ആയിരിക്കുകയും മുല്ലക്കാനം CHCക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിയാത്ത ആളുകളുടെ കണ്ണിൽ പൊടിയിടുന്നതിനു വേണ്ടിയാണ് ഈ സമരം സംഘടിപ്പിച്ചത്. കഴിഞ്ഞ ദിവസം CPMകാർ മുല്ലക്കാനം CHSയുടെ മുന്നിൽ ഒരു ധർണാസമരം നടത്തുകയുണ്ടായി. ആശുപത്രിയിൽ കിടത്തി ചികിത്സ ആരംഭിക്കണമെന്ന് പറഞ്ഞുകൊണ്ടും ആവശ്യത്തിന് ഡോക്ടർമാരെ നിയമിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു സമരം നടത്തുകയുണ്ടായി. ഇത് തീർത്തും നാണം കെട്ട ഒരു സമരമാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇവിടെ ബ്ലോക്ക് പഞ്ചായത്ത് ഭരിക്കുന്നതും ജില്ലാ പഞ്ചായത്ത് ഭരിക്കുന്നതും ഗ്രാമപഞ്ചായത്ത് ഭരിക്കുന്നതും ഇവിടെ കേരളത്തിൽ ഭരണം നടത്തുന്നതും LDF സർക്കാരാണ്. ഈ LDF സർക്കാർ ഭരിക്കുന്ന ഈ നാട്ടിൽ LDF ഭരിക്കുന്ന നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കീഴിലുള്ള രാജാക്കാട് മുല്ലക്കാനത്തെ ആശുപത്രിയിൽ വേണ്ടത്ര സൗകര്യങ്ങൾ ഒരുക്കേണ്ടത് LDF സർക്കാരിൻ്റെ ആവശ്യമാണ്. ഇവിടെ 5 കൊല്ലം മന്ത്രിയായിട്ടും 4 കൊല്ലം MLAയുമായിട്ടിരുന്ന M. മണി ഈ ആശുപത്രിക്ക് വേണ്ടി ഒരു ചെറുൽ വിരൽ പോലും അനക്കുവാൻ തയ്യാറായിട്ടില്ല. നമുക്കറിയാം, ഈ സമരം ഉദ്ഘാടനം ചെയ്ത ആളിൻ്റെ കുടുംബത്തിലെ ആളുകൾ തന്നെയാണ് അവിടെ 5 വർഷം മന്ത്രിയായിട്ടും 4 വർഷം MLA ആയിട്ടും പഞ്ചായത്ത് പ്രസിഡൻ്റായിട്ടും അതുപോലെ തന്നെ ഏരിയ സെക്രട്ടറിയൊക്കെ ആയിട്ട് ഇരിക്കുന്നത്. ഇവരെല്ലാം ഒന്ന് വിളിച്ചു കൂട്ടി ഈ ആശുപത്രിക്ക് വേണ്ട നടപടികൾ സ്വീകരിച്ചുകൊണ്ട് ശാശ്വതമായ ഒരു പരിഹാരം കണ്ടെത്തുന്നതിന് പകരം ഈ നാട്ടിലെ ആളുകളുടെ മുന്നിൽ ഇലക്ഷൻ ആയപ്പോൾ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് ഒരു നാടകം കളിച്ചുകൊണ്ട് അപകാശരായി മാറിയിരിക്കുകയാണ് ഈ സമരത്തിലൂടെ. ബ്ലോക്ക് പഞ്ചായത്ത് ഭരിക്കുന്ന LDF ആണ്. ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കീഴിലുള്ള ആശുപത്രി വേണ്ടത്ര സൗകര്യം ചെയ്തു കൊടുക്കുവാൻ LDF തയ്യാറാകാതെ കഴിഞ്ഞ ദിവസം മുല്ലക്കാനം CHCയുടെ മുന്നിൽ CPM നടത്തിയ സമരം പ്രദർശനവും ജനങ്ങളെ അവഹേളിക്കലുമാണെന്ന് രാജാക്കാട് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് ജോഷി കന്യാകുഴിയിൽ ആരോപിച്ചു. KM മാണിയുടെ 92ാം ജന്മദിനം കേരള കോൺഗ്രസ് എം സംസ്ഥാന കമ്മിറ്റി 1000 കേന്ദ്രങ്ങളിൽ കാരുണ്യ ദിനമായി ആചരിക്കുന്നതിന്റെ ആലക്കോട് മണ്ഡലംതല ഉദ്ഘാടനം നടത്തി. തലനാട് സേവിയേഴ്സ് ഹോമിൽ പ്രൊഫസർ KA ആന്റണി ഉദ്ഘാടനം നിർവഹിച്ചു. മണ്ഡലം പ്രസിഡന്റ് തോമസ് മൈലാടൂർ അധ്യക്ഷത വഹിച്ചു. KM മാണിയുടെ 92ാം ജന്മദിനം കേരള കോൺഗ്രസ് എം സംസ്ഥാന കമ്മിറ്റി
1000 കേന്ദ്രങ്ങളിലും കാരുണ്യ ദിനമായി ആചരിക്കുന്നതിൻ്റെ ഭാഗമായി ആലക്കോട് മണ്ഡലതല ഉദ്ഘാടനം നടത്തി. തലയനാട് സേവേഴ്സ് ഹോമിൽ പ്രൊഫസർ കെ ആന്റണി ഉദ്ഘാടനം നിർവഹിച്ചു. അധ്വാന വർഗ സിദ്ധാന്തത്തിലൂടെ ആധുനിക സമുദായത്തെ പുനർനിർവഹിച്ച മാണി സാറിൻ്റെ ജന്മദിനം ഓരോ കേരള കോൺഗ്രസ്സുകാരനും ആവേശവും ആഹ്ലാദവും പകരുന്നതാണ്. ധനകാര്യ വിശാരദനായി കേരള ചരിത്രത്തിൻ്റെ ഏടുകളിൽ തിളങ്ങുന്ന അധ്യായങ്ങളെക്കുറിച്ച് മാണി സാറിൻ്റെ ബജറ്റുകൾ കർഷകരോടുള്ള സമൂഹത്തിൻ്റെയും പാർട്ടിയുടെയും പ്രതിബദ്ധത വിളിച്ചോതുന്നതായിരുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. മണ്ഡലം പ്രസിഡന്റ് തോമസ് മൈലാടൂർ അധ്യക്ഷത വഹിച്ചു. തൊടുപുഴ നിയോജക മണ്ഡലം സെക്രട്ടറി ജോസ് ഈറ്റക്കുന്നേൽ, സംസ്ഥാന കമ്മിറ്റി അംഗം മാത്യു വാരിക്കാട്ട്, മണ്ഡലം സെക്രട്ടറി ബെന്നി ചെറുവള്ളാത്ത്, യൂത്ത് ഫ്രണ്ട് നിയോജക മണ്ഡലം സെക്രട്ടറി അനു ആന്റണി, കർഷക യൂണിയൻ ജില്ലാ സെക്രട്ടറി തങ്കച്ചൻ മരോട്ടിമുട്ടിൽ, മുൻ മണ്ഡലം പ്രസിഡന്റുമാരായ അപ്പച്ചൻ പാലാട്ട്, തോമസ് വട്ടപ്പാറ, സീനിയർ അംഗം അപ്പച്ചൻ കിഴക്കേകര, കർഷക യൂണിയൻ മണ്ഡലം പ്രസിഡന്റ് ജോസ് ഓട്ടയ്ക്കൽ, ഷാജ മേത്തിരേട്ട്, ആന്റണി പള്ളത്ത്, ടോമി താഴത്ത് വരിക്കയിൽ, കുര്യൻ നെവിൻ പട്ടാക്കളം എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ആലക്കോട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേരളത്തിലെ വ്യാപാരി സമൂഹത്തിന് എന്നും പ്രിയങ്കരനായിരുന്ന മാരിയിൽ കൃഷ്ണൻ നായർ വിട പറഞ്ഞിട്ട് 7 വർഷം. വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ ഒരു നാടിന്റെ യാത്രാ ക്ലേശത്തിന് പരിഹാരമാകുന്നു. വണ്ടിപ്പെരിയാർ മ്ലാമല ഇണ്ടൻചോല കൊടുവാക്കരണം റോഡിന്റെ നിർമ്മാണ ഉദ്ഘാടനം അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP നിർവഹിച്ചു. സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ സ്ഥാപക ദിനാഘോഷത്തോടനുബന്ധിച്ച് പുതിയ ഓഫീസ് SIB ടവർ ചെയർമാൻ VJ കുര്യൻ ഉദ്ഘാടനം ചെയ്തു. ക്വാറിയിൽ നിന്നും പാറ പൊട്ടിക്കുന്നതിനിടയിൽ പാറക്കഷ്ണം തെറിച്ചു വീണ് വീടിന് മുകളിൽ പതിച്ച് നാശനഷ്ടം. ഒഴിവായത് വൻ അപകടം. മുള്ളരിങ്ങാട് ജനവാസ മേഖലയിൽ കാട്ടാന ശല്യം രൂക്ഷമായതിനെ തുടർന്ന് രാത്രികാലങ്ങളിൽ ഉറങ്ങാതെ കാവലിരിക്കുന്നവർക്ക് വെളിച്ചം കിട്ടാനായി നാട്ടുകാർ വാങ്ങിയ വൈദ്യുതി കേബിൾ സാമൂഹ്യ വിരുദ്ധർ തീയിട്ട് നശിപ്പിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.